നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ 2159 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. അതേസമയം ചികിത്സയിലായിരുന്ന 1939 പേർ രോഗമുക്തരാവുകയും ചെയ്തു. 2,44,459 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. 3.35 കോടി കോവിഡ് പരിശോധനകൾ രാജ്യത്ത് ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം UAE-യിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 4,24,405 ആയി. ഇവരിൽ 4,03,478 പേരും ഇതിനോടകം രോഗമുക്തരായിട്ടുണ്ട്. 1,388 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സൗദി അറേബ്യയിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സുഖം പ്രാപിക്കുന്നവരുടെ പ്രതിദിന എണ്ണം പുതിയ രോഗബാധിതരുടെ എണ്ണത്തിന് മുകളിലായി. 367 പേർക്കാണ് രോഗമുക്തി ഉണ്ടായത്. 360 പേർക്ക് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ 5 പേർ കൂടി മരിച്ചു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 3,81,708 ആയി. ഇതിൽ 3,72,217 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 6,586 ആയി. 2,935 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 542 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.6%, മരണനിരക്ക് 1.7%. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയുടെ പുതിയ ചെയർമാനെ ഈ മാസം 18-ന് തിരഞ്ഞെടുക്കും. മാർച്ച് 31-നാണ് നിലവിലെ കമ്മിറ്റിയുടെ കാലാവധി കഴിയുന്നത്. ഏപ്രിൽ ആദ്യത്തോടെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ 2 തവണകളിലായി ചെയർമാൻ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയും നിലവിലെ കമ്മിറ്റിക്ക് 6 മാസം കൂടി കാലാവധി നീട്ടി നൽകുകയുമായിരുന്നു. ഒമാനിലെ 21 ഇന്ത്യൻ സ്കൂളുകളെ നിയന്ത്രിക്കുന്ന ഭരണസമിതിയുടെ കാലാവധി 2 വർഷമാണ്. രാജ്യത്തെ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള അസ്ഥിരത കണക്കിലെടുത്ത് സ്വദേശികളും പ്രവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സുരക്ഷ, ഗതാഗത സംബന്ധമായി ഉൾപ്പെടെ ഏത് തരത്തിലുമുള്ള സഹായത്തിനും 112 എന്ന എമർജൻസി നമ്പറിൽ വിളിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതേസമയം സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റുണ്ടായി. റിയാദ്, അൽ ജൗഫ്, ഖസീം, ഹായിൽ, മക്ക, മദീന എന്നിവിടങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റുണ്ടെന്ന് കാലാവസ്ഥാ അധികൃതരെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പലയിടങ്ങളിലും റോഡുകളിൽ കാഴ്ച തീർത്തും അസാധ്യമായിരിക്കുകയാണ്. പൊതുജനങ്ങൾ അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UAE-യുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ശക്തമായ പൊടിക്കാറ്റിന് സാധ്യത പ്രവചിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പുലർച്ചെ 4 മണി മുതൽ രാത്രി 7 മണി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അപകടകരമായ കാലാവസ്ഥാ സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കൂടുതൽ സ്ഥലങ്ങളിലും യെല്ലോ അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. കോർഫക്കാനിൽ ശക്തമായ പൊടിക്കാറ്റ് അടിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. മലയാളി വയോധികയെ ഷാർജയിൽ നിന്ന് കാണാതായതായി ബന്ധുക്കൾ ബുഹൈറ പോലീസിൽ പരാതി നൽകി. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി പറയതിനായ രാജന്റെ ഭാര്യ കമലത്തെയാണ് ഇന്ന് പുലർച്ചെ 5:30 മുതൽ കാണാതായത്. കഴിഞ്ഞ 14 വർഷത്തോളമായി മകളുടെ കുടുംബത്തിന്റെ കൂടെ ഷാർജ അൽ നഹ്ദ സഹാറ മാളിനടുത്തെ ജുമാ അൽ മാജിദ് കെട്ടിടത്തിലെ ഫ്ളാറ്റിലായിരുന്നു താമസം. മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ന് പുലർച്ചെ വാതിൽ തുറന്ന് കമലം പുറത്തിറങ്ങുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. കോവിഡ് നിയന്ത്രണ ചട്ടങ്ങളുടെ ഭാഗമായി അടച്ചിട്ട വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഭാഗിക ഇളവ് നൽകി ഒമാൻ സുപ്രീം കമ്മിറ്റി. ഇത് പ്രകാരം ഹോം ഡെലിവറി സ്ഥാപനങ്ങൾക്ക് രാത്രി 8-ന് ശേഷം പ്രവർത്തിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇന്ധന സ്റ്റേഷനുകൾക്ക് അകത്തും പ്രവർത്തിക്കുന്ന ടയർ വിൽപ്പന, ടയർ അറ്റകുറ്റപ്പണി സ്ഥാപനങ്ങൾക്കും രാത്രി പ്രവർത്തിക്കാം. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം ഒരാഴ്ചയായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് രാത്രി പ്രവർത്തന വിലക്ക് തുടർന്നു വരുന്നതിനിടെയാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾക്ക് കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ സൗദി അറേബ്യയിലെ 6 പള്ളികൾ കൂടി അടച്ചു. സൗദി ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയം ദാവ ഗൈഡൻസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 33 ദിവസങ്ങളിലായി സൗദിയിൽ 269 പള്ളികളാണ് താൽക്കാലികമായി അടച്ചത്. പള്ളികൾ അണുവിമുക്തമാക്കിയതിനു ശേഷം 253 പള്ളികൾ വീണ്ടും തുറന്നു. 3 പള്ളികൾ റിയാദിലും 3 വടക്കൻ അതിർത്തി മേഖലയിലാണെന്നും മന്ത്രാലയം അറിയിച്ചു. റിയാദിൽ 4, മക്കയിൽ 2, തബൂക്ക്, ജസാൻ, വടക്കൻ അതിർത്തികളിൽ ഓരോന്നുൾപ്പെടെ 9 പള്ളികൾ വീണ്ടും തുറന്നു. ശുചിത്വവത്കരണവും പരിപാലനവും ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച ശേഷമാണ് ഈ തീരുമാനം.
ഖത്തർ എയർവേസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രാവൽ പാസ് നടപ്പാക്കി തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഇസ്താംബുൾ റൂട്ടിലാണിത്. കോവിഡ് കാലത്തും യാത്രക്കാർക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കിയുള്ള വിമാനയാത്രയാണ് ട്രാവൽ പാസിന്റെ ലക്ഷ്യം. യാത്രക്കാരന്റെ കോവിഡ് പരിശോധനാ ഫലം, വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ട്രാവൽ പാസിൽ ലഭിക്കുമെന്നതിനാൽ യാത്രയ്ക്ക് യോഗ്യനാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയും. ബഹ്റൈനിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾക്കെതിരെയുള്ള നടപടികൾ അധികൃതർ കർശനമാക്കി. 653 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാതെ വ്യായാമമുറ പരിശീലിപ്പിച്ചയാൾക്ക് 1 വർഷം തടവും 3000 ദിനാർ പിഴയുമാണ് ലോവർ ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷാ കാലാവധിക്ക് ശേഷം പ്രതിയെ നാടുകടത്താനും കോടതി വിധിച്ചു. സ്പോർട്സ് സ്ഥാപന ഡയറക്ടർക്ക് 3000 ദിനാർ പിഴ വിധിക്കുകയും ചെയ്തു. സ്പോർട്സ് ഹാളുകളുടെ പ്രവർത്തനത്തിന് നിശ്ചയിച്ചിരുന്ന നിയന്ത്രണങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥാപന ഉടമയ്ക്കും കോർഡിനേറ്റർക്കുമെതിരെ കർശന നടപടി സ്വീകരിച്ചത്. ഇവിടെ വ്യായാമ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന 24 പേർക്ക് കോവിഡ് രോഗബാധ കണ്ടെത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.